സാറ് ഞങ്ങൾ അന്വേഷിച്ചോ? അന്വേഷിച്ചു. ഇന്ന് രണ്ടുപേർക്കും കാര്യമായ ഡ്യൂട്ടി തന്നേക്കാമെന്ന് വെച്ചു. ഇനിയും അട്ടിപ്പറ്റയിലേക്ക് പോണമായിരിക്കും. അത് നാളെ മതി. ഇന്നതല്ല, വിമൻസ് കോളേജിന്റെ മുമ്പിൽ ഭയങ്കര പൂവാല ശല്യം. കളക്ടർ വിളിച്ചു പറഞ്ഞു മിടുക്കന്മാരായ 2 പോലീസുകാരെ അവിടെ നിർത്തണമെന്ന്. ഇവിടെ ഇപ്പൊ മിടുക്കന്മാരായ നിങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെ മിടുക്കന്മാരല്ല. ആണ്. അല്ല. ആണ്. എങ്കിൽ ഇതുപോലുള്ള തുക്കട ഡ്യൂട്ടി ഞങ്ങൾക്ക് വേണ്ട. അത് തീരുമാനിക്കാനുള്ള അവകാശം തനിക്കല്ല. അങ്ങനെ ഒരു പൂവാല ശല്യം വിമൻസ് കോളേജിന് മുമ്പിൽ ഇല്ലല്ലോ സാർ. ഉണ്ടല്ലോ സാർ. തിങ്കളാഴ്ച 7 പൂവാലന്മാർ അവിടെ ശല്യം ചെയ്തു. ചൊവ്വാഴ്ച 9 പൂവാലന്മാർ, ബുധനാഴ്ച 13, വ്യാഴാഴ്ച 17. ഇങ്ങനെ പോയാൽ 1 മാസത്തിനകം അവിടെ ഒരു പൂവാല സമ്മേളനം തന്നെ നടക്കുന്ന മട്ടുണ്ട്. ഈ പൂവാലന്മാരെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാം സാർ? അവർക്കെല്ലാം തന്റെ മുഖച്ഛായ ആയിരിക്കും. ഇഡിയറ്റ്. പൂവാലന്മാരെ കണ്ടാൽ തിരിച്ചറിഞ്ഞൂടാത്ത താനൊക്കെ എവിടത്തെ പോലീസാണോ? എടോ, പെമ്പിള്ളേരെ ശല്യം ചെയ്യുന്നവരാരോ അവരാണ് പൂവാലന്മാര്. അവരെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് പോരെ. പെമ്പിള്ളേരെ ശല്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവന്മാരെ പിടിച്ചാ മതിയല്ലോ. വേണ്ട, അവർക്ക് ഓരോ ചായയും പഴംപൊരിയും കൂടെ വാങ്ങിച്ചു കൊടുത്ത ശേഷം പിടിച്ചോണ്ട് വന്നാൽ മതി. തന്റെ തമാശയൊക്കെ സ്റ്റേഷന് വെളി വെച്ച് മതി. പൊക്കോ. പൂവാലന്മാരെ പിടിക്കാൻ പോകുന്നവര് തന്നെ പൂവാലന്മാരായി മാറരുത്. ഓക്കെ, പ്രൊസീഡ്. അതൊക്കെ അയാളുടെ എന്താണ്? ഒന്നും പറഞ്ഞില്ലേ? ഇവിടെ ഒരു പൂവാലിനെയും കാണുന്നില്ലല്ലോ ചായ. അവരോട് പോയി തൂങ്ങിച്ചാവാൻ പറ. ഇത്രയും ചന്തമുള്ള പെമ്പിള്ളേർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ ശ്രദ്ധ ഇവിടെ മാത്രം മതി. പോലീസ് സ്റ്റേഷൻ എന്ന മരുഭൂമിയിൽ നിന്നും ഈ മരുപ്പച്ചയിൽ വന്ന് നിൽക്കുമ്പോ ഒരു കുളിര് തന്നെയാണ് ഭാസ്കര. ഊട്ടി പോലെ. ഇത് ആസ്വദിക്കാനുള്ള ഭാഗ്യം ആ ഭാഗ്യനാഥനില്ലാതെ പോയല്ലോ. ഇനി ഈ ഡ്യൂട്ടിക്ക് നമുക്ക് തന്നെ വരാം, അല്ലേ അച്ചായ? ഈശ്വര, ചതിച്ചു. എന്താടാ? അവൾ ഈ കോളേജിലാണ് ചേർന്നിരിക്കുന്നത്. ആര്? അഞ്ജു. ഓ, കോള് വരുമ്പോ എല്ലാം കൂടി ഒന്നിച്ചു വരും. താനേ എന്നെ കുറിച്ച് ആലോചിച്ച് ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. ഞാൻ ഈ ഏരിയയിൽ നിന്നേ മാറിത്തരാം. നിങ്ങൾ 2 പേരും കൂടി അങ്ങോട്ടോ ഇങ്ങോട്ടും മാറി നിന്നിട്ട് ഹൃദയത്തിലെ ഭാരം ഇറക്കി വെക്കുക. അതല്ല ചായ, ഞാൻ അവളോട് SI ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്റെ ഈശോയെ, ഞാൻ അത്ര ആലോചിച്ചില്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒറ്റ വഴിയേ ഉള്ളൂ. നോ 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 നോ. എടോ കോൺസ്റ്റബിൾ, താനൊരു വിഡ്ഢിയാണോടോ, പമ്പര വിഡ്ഢി. യൂണിഫോം ഇടുമ്പോൾ മേലുദ്യോഗസ്ഥനായ, അതായത് SI ആയ ഞാൻ ഒരു സ്റ്റാർ വെക്കാൻ മറന്നുപോയാൽ അത് ഓർമ്മിപ്പിക്കേണ്ട ചുമതല ഒരു കോൺസ്റ്റബിൾ ആയത് എനിക്കില്ലടോ. ഇല്ല എന്നാ ചോദിച്ചത്. സാർ, ഇത്തരം പമ്പര വിഡ്ഢിത്തം കാണിക്കുന്നത് കൊണ്ടാണ് ഞാൻ SI ആയും താൻ വെറും കോൺസ്റ്റബിൾ ആയും ഇവിടെ കഴിയുന്നത്. മനസ്സിലായോ? അഞ്ജു, എന്താ ഇവിടെ? അച്ഛൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി. ഞാൻ ഈ കോളേജിൽ ചേർന്നു. ഓഹോ, എനിക്ക് ഇപ്പോഴും സർക്കിൾ ഇൻസ്പെക്ടറായി പ്രൊമോഷൻ ആയില്ല. SI ആയി തന്നെ കഴിയുന്നു. എന്തൊക്കെയുണ്ട് കോൺസ്റ്റബിൾസ് വിശേഷങ്ങൾ? ഭാസ്കരൻ കോൺസ്റ്റബിളിന്റെ തൊപ്പിയും ലാത്തിയോടെ. ചക്കര ചിരിയൊന്നും വേണ്ട. സുപ്പീരിയർ ഓഫീസറെ കാണുമ്പോ തൊപ്പി വെച്ച് സല്യൂട്ട് ചെയ്യണമെന്ന് അറിയില്ലേ? SI എന്ന് പറഞ്ഞിട്ട് SIയോ? എവനോ? ഈ ഒരൊറ്റ കുഴപ്പം മാത്രമേ ഇവനുള്ളൂ. കഴിഞ്ഞ ആഴ്ച സെന്റ് തെരേസാസിലെ അനുമോൾ വർഗീസിനോട് ഇവൻ പറഞ്ഞത് IG ആണെന്നാണ്. ഡ്യൂട്ടിയിലൊക്കെ മിടുക്കനാണ്. ഞങ്ങൾ പോലീസ് ഓഫീസേഴ്സ് ഇവന്റെ അസുഖത്തിന് പേരിട്ടിരിക്കുന്നത് പഞ്ചാര ബെടായി എന്നാണ്. നീ വെള്ളം കുടിക്കാതെ ചാവടാ ദുഷ്ട. എന്നെക്കാൾ വലിയ ദുഷ്ടനായിരുന്നു എന്റെ അച്ഛൻ. കാല് വഴുതി കിണറ്റി വീണ് ധാരാളം വെള്ളം കുടിച്ചാ ചത്തത്. ആ, അഞ്ചു വരും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ബൈ. ബൈ. ഇങ്ങോട്ട് നീങ്ങിയിരുന്നോളൂ. എന്താ അഞ്ജു? അഞ്ജു, ആഹാ, സ്നേഹിക്കുന്ന പെണ്ണിനെ സ്വപ്നം കണ്ട് പേടിക്കുന്നവനെ ഞാനിത് ആദ്യമായിട്ട് കാണുക. അഞ്ജു നിന്നെ സ്വപ്നം കണ്ട് പേടിക്കുകയാണെങ്കിൽ അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. വിധിയെയാണ് അച്ചായ ഞാൻ പേടിക്കുന്നത്. അതാരാ? SI പോസ്റ്റിന് അർഹതയുണ്ടായിട്ടും തലനാരിയുടെ വ്യത്യാസത്തിന് എനിക്ക് ആ പോസ്റ്റ് നഷ്ടപ്പെട്ടു. ഇനി അഞ്ജുവിനെ കൂടി അവൻ സ്വന്തമാക്കിയ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. മരിക്കുന്ന കാര്യത്തെ പറ്റിയൊക്കെ നാളെ നേരം വെളുത്തതിന് ശേഷം നമുക്ക് സംസാരിക്കാം. ഇപ്പൊ നീ കിടന്നുറങ്ങി ചെല്ലേ. കിടന്നുറങ്ങണ മോനെ. എന്റെ കർത്താവേ, മനുഷ്യൻ. അച്ചായ, പെണ്ണിന്റെ മനസ്സ് പെട്ടെന്ന് കീഴടക്കാനുള്ള കുറുക്കു വഴിയല്ലോ അച്ചായനറിയോ? ആ, ദിവസവും ഓരോ ആനമുട്ട പുഴുങ്ങി തിന്നാ മതി. മതിയാ? നീ കിടന്നുറങ്ങ മോനെ. ആവശ്യമില്ലാണ്ട് മനുഷ്യൻ. എന്തത്?
സാർ XMP PVC വരുന്നുണ്ട്. മനസ്സിലായി. സ്റ്റേഷനിൽ കിടന്ന് ബഹളം ഉണ്ടാക്കരുതെന്ന് പറയടോ. അത് പറഞ്ഞാൽ ഞാൻ നാളെ പാറശാലയിൽ എത്തും, ട്രാൻസ്ഫർ ആയിട്ട്. സ്വൈരം തരില്ല, സത്യസന്ധമായിട്ട് ജോലി ചെയ്യാനും സമ്മതിക്കില്ല. സാറെന്താ ഇങ്ങോട്ട്? ഞാനൊന്ന് ഫോൺ കറക്കിയാൽ SI എന്റെ വീട്ടിലേക്ക് വരുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ തന്നെ തുല്യമായ പരസ്പര ബഹുമാനം കൊടുക്കലാണല്ലോ. ബഹുമാനം കൊടുക്കുക, വാങ്ങ, കൊടുക്കുക, വാങ്ങ, അതൊക്കെ പോട്ടെ. എനിക്ക് രഹസ്യമായിട്ടൊരു കാര്യം SI ആയിട്ട് ചർച്ച ചെയ്യാനുണ്ട്. തിരക്കിലാണോ? അല്ല, തിരക്കിലാണെങ്കിൽ വേണ്ട, ഞാൻ പോയിട്ട് വന്നോളാം. ഇപ്പൊ തിരക്കിലാണോ? അല്ല, തിരക്കിലല്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ SI മഹാമനസ്കനാണെന്ന്? അദ്ദേഹത്തിന്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് എന്നെ സ്വീകരിച്ചു. നിങ്ങൾ കണ്ടില്ലേ? നിർത്ത്. ഇത് പോലീസ് സ്റ്റേഷനാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഒച്ചയും ബഹളം ഇവിടെ പാടില്ല. എല്ലാവരും ഇവിടെ നിന്നാ മതി. പുറത്ത് വെയിറ്റ് ചെയ്താൽ മതി. SI അകത്തേക്ക് വരുന്നില്ലേ? വരാം സാർ. എന്താ SI ഇരിക്കണില്ലേ? ജനാധിപത്യത്തെ കുറിച്ചും പരസ്പര ബഹുമാനത്തെ കുറിച്ചും ഞാൻ സംസാരിച്ചത് ഇൻസ്പെക്ടർ ശ്രദ്ധിച്ചു കാണുമല്ലോ. എന്നാ ഇൻസ്പെക്ടർ ആ രീതിയിലുള്ള ബഹുമാനം എന്നോട് കാണിച്ചില്ല എന്ന് എനിക്ക് ചെറിയൊരു പരാതി ഉണ്ട്. സാർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ എന്റെ ശിഷ്യന്മാരെ പുറത്ത് നിർത്തിയിരിക്കുന്ന എന്തിനാണെന്നറിയോ? ഇൻസ്പെക്ടർ ഇതുപോലെ പൊട്ടംകളി കളിക്കുമ്പോ എനിക്ക് എന്റെ നിയന്ത്രണം നഷ്ടപ്പെടും. വായിൽ തോന്നിയതൊക്കെ ഞാൻ വിളിച്ചു പറയും. ഡ്യൂട്ടിയിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ മറ്റുള്ളവർ കേൾക്കെ ചീത്ത വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല സാറേ. എന്താ പേര്? ഭാഗ്യനാഥൻ. ഓ, ഭാഗ്യനാഥൻ. സ്വന്തം പ്രവൃത്തിയിലൂടെ ഒടുക്കം ആ പേര് നിർഭാഗ്യനാഥൻ എന്നാക്കി മാറ്റരുത്. എടോ, തനിക്കറിയില്ലേ 25 ലക്ഷം രൂപ പാർട്ടി ഫണ്ടിലേക്ക് സ്വരൂപിക്കുന്നതിനുള്ള ചാർജ് എനിക്കാണെന്ന്? അറിയാം. ഓ, അറിയാം. അപ്പൊ മനഃപൂർവ്വമാണ് മെട്രോ കേബിൾസിൽ ഫണ്ട് പിരിക്കാൻ ചെന്ന എന്റെ പ്രവർത്തകരെ താൻ പിടിച്ച് ഭീഷണിപ്പെടുത്തിയത്. ഞാൻ ആരെയും ഭീഷണിപ്പെടുത്തിയില്ല സാർ. മെട്രോ കേബിൾസിലെ തൊഴിലാളികളും മാനേജ്മെന്റും ഇവിടെ ഒരു കംപ്ലൈന്റ് തന്നു. സാറിന്റെ പ്രവർത്തകർ സംഭാവന കൊടുക്കാത്തവരിൽ ചിലരെ തല്ലിയെന്നും ചിലരെ ഭീഷണിപ്പെടുത്തിയെന്നും ഒക്കെ. അത് ശരിയായിരിക്കാം. സ്വന്തം ഇഷ്ടപ്രകാരം ഇക്കാലത്ത് ആരെങ്കിലും സംഭാവന കൊടുക്കൂടോ? അപ്പൊ ചിലരെ തല്ലും, ചിലരെ ഭീഷണിപ്പെടുത്തും. അതൊക്കെ സ്വാഭാവികമാണ്. ഈ 25 ലക്ഷം രൂപ ഒരു മാസത്തിനകം സ്വരൂപിച്ചു കൊടുത്തില്ലെങ്കിൽ പാർട്ടിയിൽ എന്റെ സ്ഥാനം എന്താവും? കേന്ദ്രമന്ത്രി വിമൽ ബാസു ചാറ്റർജിയാണ് ഇവിടെ വന്ന് ഫണ്ട് ഏറ്റുവാങ്ങുന്നത്. അത് തനിക്കറിയാമോ? മര്യാദയ്ക്ക് നിന്നാൽ എല്ലാവർക്കും കൊള്ളാം. എന്റെ പ്രവർത്തകരുടെ ഒരു തുള്ളി കണ്ണുനീര് വീണാൽ ദാ ഇവിടെ നോക്ക്. പാർട്ടിയിൽ എനിക്കൊരു രഹസ്യ പേരുണ്ട്, ഭസ്മാസുരൻ. ദഹിപ്പിച്ചു കളയും ഞാൻ. ഇവിടെ വന്ന് ഇവിടെ വാ. ഇതേതാ സ്ഥലം? കാസർഗോഡ്. ഇവിടെന്ന് ഞാൻ ഇവിടേക്ക് മാറ്റും. ജയ് ഭാരതമാതാ, ജയ് ഭാരതമാതാ. ഞാനാ? ആ, കമ്മാരനോ? ഓ, ഒപ്പിടാമെന്നാണേ. ഞാൻ പലതവണ വീട്ടിൽ വന്നിരുന്നു. രാത്രിയിലെ പകലോ? അയ്യോ, പട്ടാപ്പകല്. സാറിനെ ഒന്ന് കാണാൻ പോലും ശിഷ്യന്മാർ അനുവദിച്ചില്ല. എനിക്ക് തിരക്കൊഴിഞ്ഞിട്ടുള്ള സമയം വേണ്ടടോ. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ അസംബ്ലിയിലേക്ക് മത്സരിക്കണോ അതല്ല ലോകസഭയിലേക്ക് മത്സരിക്കണോ എന്ന തീരുമാനം ഇതുവരെ ആയിട്ടില്ല. നേര് പറഞ്ഞ അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ വിമൽ ബാസു ചാറ്റർജിക്കും ചോട്ടാ സിംഗിനും ഒരേ ഒരു നിർബന്ധം, ഞാൻ ലോകസഭയിൽ തന്നെ മത്സരിക്കണമെന്ന്. അതിരിക്കട്ടെ, താൻ എന്തിനാ ഇപ്പൊ എന്നെ കാണാൻ വന്നത്? ജീവിക്കാൻ വയ്യെന്നായി സാറേ, അതുകൊണ്ട് പാർട്ടി ചേർന്നാ കൊള്ളാമെന്നുണ്ട്. അയ്യോ, എനിക്ക് തന്നെ പോലെ ഒരുപാട് പേര് ഇപ്പൊ തന്നെ പാർട്ടിയിലുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഓ, തന്റെ അച്ഛൻ ചിരട്ട ഗോവിന്ദൻ എന്റെ പുരയിടത്തിലെ തേങ്ങാവെട്ടുകാരനായിരുന്നു. പാർട്ടി മെമ്പർ ആകുന്നവരെ തനിക്ക് ആ അച്ഛന്റെ തൊഴിൽ ചെയ്ത് ജീവിച്ചൂടെ കാണാരാ? ശരീരമൊക്കെ ചീർത്തു പോയി സാറേ. ഇനിയിപ്പോ തെങ്ങ കയറാൻ പാടാണ്. തീറ്റ കുറയ്ക്കണം, എന്നിട്ട് കയറണം. അങ്ങോട്ട് കയറിയാ മതിയോ? തിരിച്ചിറക്കാൻ സാറ് വരുമോ? എന്നാ താൻ ഒരു കാര്യം ചെയ്യും, തന്റെ കൂട്ടുകാരൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടി 25 ലക്ഷം പാർട്ടി ഫണ്ടിലേക്ക് ഒന്ന് ഉത്സാഹിക്കും. എന്നിട്ട് നോക്കാം, അതുവരെ ഒപ്പിടും. ഇതാണ് തലവര. വകുപ്പ് 2-1. എനിക്ക് ലോക്കപ്പും ഇയാൾക്ക് ലോകസഭയും. അയ്യോ, ഇതാണ് വർക്കിംഗ് മാപ്പ് അഥവാ ചാർട്ട്. നമ്മൾ ആഗ്രഹിച്ച സുദിനം സമാഗതമായിരിക്കുന്നു. വന്നണഞ്ഞൂന്ന് കിഴങ്ങ്. ഇതാണ് സഹകരണ ബാങ്ക്. ഈ ബ്രാഞ്ചിലേക്ക് ആവശ്യമായ പണം ഹെഡ് ഓഫീസിൽ നിന്നും വിത്ഡ്രോ ചെയ്യാൻ 2 പേർ പോകും. പറയുന്ന മുഴുവൻ കേട്ടേച്ച് പോടോ. ക്ലർക്കും അറ്റൻഡറുമാണ് പോകുന്നതെങ്കിൽ 3 ലക്ഷവും, ഒരു ഓഫീസറും അറ്റൻഡറും ആണെങ്കിൽ 5 ലക്ഷം വരെ ഹെഡ് ഓഫീസിൽ നിന്നും വിത്ഡ്രോ ചെയ്യാമെന്നാണ് ബാങ്ക് നിയമം. നീ പിന്തുടരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ ചുവടും കരുതലോടുകൂടി വേണം വെക്കാൻ.
അയ്യോ പറ്റിച്ചോ, ഇത് സ്വർണ്ണമല്ല പിത്തളയാ. കള്ള പലിശ. അയ്യോ മിടുമിടുക്ക്. താടി. ഓ നീ എന്റെ ശിഷ്യൻ തന്നെയാണടാ മകനെ. ബ്രദറെ ഈ എന്തോ ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നിന്റെ ഉണക്ക കാല് പിടിക്കും. ഇനി ഞാൻ നിന്റെ മുഖത്ത് നോക്കി ഒരു സത്യം പറഞ്ഞോട്ടെ. ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് ഈ തല നിനക്കൊരു അലങ്കാര വസ്തു മാത്രമാണെന്ന്. ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത് ഇത് നിറയെ ബുദ്ധി മിക്സ് ചെയ്ത തലച്ചോറാണെന്ന്. കാണട്ടെ കാണട്ടെ, തുറക്ക് തുറക്ക്. തല തുറക്കാനോ? അയ്യോ തട്ടിക്കൊണ്ടുവന്ന പെട്ടി തുറക്കാൻ. പെൻസില്, ചോക്ലേറ്റ്, ഉപ്പുമായി ഉന്നം പഠിച്ചു പോയ ആശാന്. പക്ഷെ തിണ്ടൽക്കർ എത്ര ചാൻസാ കൊടുത്തത്? വൺ ഡേ ആവുമ്പോ അങ്ങനെയല്ലേ പറ്റൂ. അത് ശരിയാ, ഒരു ബാഡ് ബോളിന് വേണ്ടി എത്ര നേരം വെയിറ്റ് ചെയ്യാ. മാത്രമല്ല ഇത്രയും കൺസിസ്റ്റൻസി വേറെ ആരും കാണിച്ചതില്ലല്ലോ. നിന്റെ ക്യാമ്പിളി പോലും കാണിച്ചിട്ടില്ല കേട്ടോ. ഹലോ, ഇതെങ്ങനെ ഈ വഴിക്ക്? പാടില്ലേ? പാടുണ്ട്. ഞാൻ ഈ വഴിക്ക് പ്രതീക്ഷിച്ചില്ല. ഞാനൊരു ഫ്രണ്ടിനെ കണ്ടിട്ട് വരികയാണേ. വീട് ഇവിടെ അടുത്താണോ? അതിരിക്കട്ടെ, അന്ന് നാട്ടിൽ വെച്ച് കണ്ടപ്പോ SI ആണെന്ന് എന്നോട് കള്ളം പറഞ്ഞത് എന്തിനായിരുന്നു? അതൊരു തമാശ. പിന്നെ SI ടെസ്റ്റ് എഴുതിയിട്ടുണ്ടല്ലോ, ഏത് നിമിഷവും SI ആവും. അപ്പൊ കോളേജിന്റെ മുമ്പിൽ വെച്ച് SI ആയിട്ട് അഭിനയിച്ചതോ? കോളേജിൽ ഞാൻ നാടകങ്ങൾ അഭിനയിക്കാറുണ്ടല്ലോ, അതുപോലൊരു അഭിനയം. എങ്ങനെ ഉണ്ടായിരുന്നു? അഭിനയം ഇഷ്ടപ്പെട്ടോ? നമുക്ക് പോവാം. എനിക്ക് അഞ്ജുവിനോട് തനിച്ചൊന്ന് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. പോലീസുകാരന് ആളൊരു ചുറ്റിക്കളിക്കാരനാണെന്ന് തോന്നുന്നു. നീ എന്താ ഇവിടെ? ഞാനിപ്പോ ഇവിടെയാ. ഡ്യൂട്ടി ഇല്ലേ? ഓഫാ. ഓഫ് എടുത്ത് പെമ്പിള്ളന്റെ പിറകെ നടക്കുകയാണല്ലേ? അതെ, നിന്റെ ഭരണമൊക്കെ സ്റ്റേഷനിൽ മതി. ഇനി വേണേ സത്യം കേട്ടോ, അഞ്ജുവിനെ എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു പറഞ്ഞു. എന്തിന്? കല്യാണം കഴിഞ്ഞിട്ടില്ലാത്തൊരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞിട്ടില്ലാത്തൊരു സുന്ദരനായ ചെറുപ്പക്കാരനെ കാണാൻ ആഗ്രഹിക്കുന്നത് എന്തിനാണെന്ന് അറിയാത്ത നീയൊക്കെ എവിടത്തെ പോലീസാണോ? ഇതൊന്നും ഞാൻ വിശ്വസിക്കാൻ പോണില്ല. വിശ്വസിക്കണ്ട, നിന്റെ പദവിയിലൊന്നും അവള് വീഴില്ല. എന്നോട് അവൾ പറഞ്ഞത് കേൾക്കണോ? Charms attract the eyes, but merit wins the soul. എന്ന് വെച്ചാൽ? ഇംഗ്ലീഷാണ്. അർത്ഥം അറിയില്ലെങ്കിൽ പോയി ഡിക്ഷണറി നോക്കണം. ഓഹോ, അപ്പൊ ഇത്രയും നാൾ എന്നെ വഞ്ചിക്കായിരുന്നല്ലേ? വഞ്ചിക്കയോ? ഒന്നും പറയണ്ട. പ്രേമവും പരിചയം പുതുക്കലും ഒക്കെ പട്ടാപ്പകല് പൊതുവഴി വെച്ച് തന്നെ വേണോ? പബ്ലിക് റോഡിൽ ആൾക്കാർ കാണുമെന്നുള്ള വിചാരം പോലും ഇല്ലാതെ ആ കോൺസ്റ്റബിളുമായിട്ട് എന്താ ഒരു തമാശ? ഭാഗ്യേട്ടൻ എന്തൊക്കെയാ പറയണേ? എന്നെ വെറും മണ്ടനാക്കരുത് നീ. എന്താ ഇവിടെ രണ്ടുപേരും കൂടെ ബഹളം? എനിക്കൊന്നും അറിയില്ല. ഭാഗ്യേട്ടൻ വന്ന് എന്തൊക്കെയോ പിച്ചും പേയും പറയാ. എന്താണ് നിനക്ക്? ചോര കുഞ്ഞ് പെണ്ണാണെന്ന് അറിഞ്ഞ അന്ന് രാത്രി മുതുമുത്തച്ഛന്മാർക്ക് കൊടുത്ത വാക്കമ്മായി മറന്നുപോയോ? അതൊക്കെ ഇപ്പോഴെന്തിനാ വിളിച്ചു കൂവുന്നത്? ഇനിയും വിളിച്ചു കൂവില്ലെങ്കിൽ കുറുക്കന് വെച്ചത് കുറുനരി കൊണ്ടുപോകും. നീ ഇങ്ങനെ ശല്യം ചെയ്യാതെ അവിടെ നിന്ന് പഠിച്ചോട്ടെ. തൽക്കാലം എന്റെ ചന്ദ്രമതി അമ്മായി ഒന്ന് അകത്തേക്ക് പോയേ. എനിക്ക് അഞ്ജുവിനോട് 5 മിനിറ്റ് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. അകത്ത് പോകാൻ. ഈ എന്നെ ഓർമ്മയുണ്ടോ? എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കണേ? ഇല്ല, നീ മറന്നു. പണ്ട് നീ എന്റെ ബാല്യകാല സഖിയായിരുന്നപ്പോ നിനക്കിഷ്ടപ്പെട്ട മാമ്പഴം പറിച്ചു തരാൻ വേണ്ടി മൂവണ്ട മാവിന്റെ മേലെ കയറി കൊമ്പൊടിഞ്ഞ് താഴെ വീണ കഥയോർത്ത് നിനക്ക് പൊട്ടിച്ചിരിക്കാൻ ഇപ്പൊ പറ്റില്ല. തുമ്പിയെ പിടിച്ചെന്നതും മണ്ണപ്പം ചുട്ട് എന്നതും ഒക്കെ
നീ മറന്നു. കടമിഴിക്കോണിൽ കടാക്ഷമൊളിപ്പിച്ചു വെച്ച് ഇംഗ്ലീഷിൽ നീ അവനോട് എന്താ പറഞ്ഞത്? ഇംഗ്ലീഷിലോ? അതെ, ഇംഗ്ലീഷിൽ. ഒന്ന് വിളിക്കാൻ നോക്കണ്ട. Charms attract the eyes, but merit wins the soul. എന്താണ് അതിന്റെ അർത്ഥം എന്നറിയോ? അറിയാമോന്ന്? എനിക്കറിയില്ല. ഞാൻ പറഞ്ഞുതരാം. പുറമോടി കണ്ണുകളെ ആകർഷിക്കുന്നു, പക്ഷേ ഗുണമേന്മ ആത്മാവിനെ കീഴടക്കുന്നു. ചേർത്ര വേണ്ടാതിനെ ഇംഗ്ലീഷിൽ കാണാതെ പഠിച്ചു വന്ന് പഠിക്കുന്ന പണിനെ ശല്യം ചെയ്യുന്നോടാ. അമ്മാവൻ ഞാൻ പറഞ്ഞതല്ല, അത് പിന്നെ നിന്റെ അച്ഛൻ പറഞ്ഞാണോ? ചത്തു എന്റെ അച്ഛനെ കുറിച്ചൊന്നും നീ പറയുന്നത്. ഇവിടെ പാടാ, ഞാൻ പറഞ്ഞത് ഇവിടെ പാടാ. എടാ, പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു MBBS സീറ്റിന് എത്ര ലക്ഷം ചോദിക്കുന്നറിയോ? അതുണ്ടാക്കാൻ പെടാപ്പാട് പെടുമ്പോഴേ അവന്റെ ഒടുക്കത്തെ ഒരു ഇംഗ്ലീഷ് പ്രേമം. ചോരക്കുഞ്ഞ് പെണ്ണാണെന്ന് അറിഞ്ഞ അന്ന് രാത്രി മുതുമുത്തച്ഛന്മാർക്ക് മിണ്ടിപ്പോരുത്. അമ്മാവൻ ഒരു കാര്യം മനസ്സിലാക്കണം. 47 കോൺസ്റ്റബിൾമാർ മത്സരിച്ച് സല്യൂട്ട് ചെയ്യുന്ന ഒരു SI-യോടാണ് അമ്മാവൻ ഇത്തരത്തിൽ ഇൻഡീസെന്റ് ആയിട്ട് പെരുമാറുന്നത്. പോടാ. ഏ? എടാ, നീ എങ്ങനെ SI ആയെന്ന് എനിക്കല്ലേ അറിയൂ. വകുപ്പ് മന്ത്രിക്ക് ഈ കൈ കൊണ്ട് ഞാനല്ലേ കോഴ എണ്ണി കൊടുത്തത്. അമ്മാവനും അധികം ആളാവണ്ട. തെക്കേതിലെ 5.5 ഏക്കർ വിറ്റ് കൈക്കൂലി കൊടുത്തിട്ടല്ലേ മുത്തച്ഛൻ അമ്മാവനെ ഡോക്ടർ ആക്കിയത്. ഇപ്പൊ ഡോക്ടർ രാഘവ് MBBS MS ഗവൺമെന്റ് ചീഫ് സർജൻ. ഇതാര് പറഞ്ഞു? ഞാൻ അറിഞ്ഞു. എങ്കിലൊരു കാര്യം ചെയ്യാം. ഈ കോഴക്കാര്യം നമ്മൾ പരസ്പരം പറയണ്ട. അങ്ങനെ എല്ലാ കാര്യത്തിലും നമുക്കൊരു സഹകരണവും സമാധാന സന്ധിയും ആവാം. ഇതെന്താ ഇവിടെ രണ്ടാളും കൂടെ? ഒന്നുമില്ല അമ്മായി, ഈ കോഴക്കാര്യത്തിൽ കോഴക്കാരിയോ? അല്ലമ്മായി, ഈ അമ്മാവന് കോഴിക്കട്ട ഭയങ്കര ഇഷ്ടമാണല്ലോ. ഈ നെല്ലിലെ അരിയും തേങ്ങയൊക്കെ നല്ലപോലെ ചേർത്ത് കുഴച്ച് കോഴിക്കട്ട ഉണ്ടാക്കിയാൽ അമ്മാവൻ വിഴുങ്ങിക്കോളും. ഇല്ലേ അമ്മാവ? ശരി. വിഴുങ്ങും. കണ്ട, എനിക്ക് രണ്ടെണ്ണം എടുത്തോ.